പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വിഷാംശമുള്ള ബന്ധങ്ങൾ. വിഷം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് ഈ വാക്കുകൾ കേൾക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊരു സംഭവം ഉണ്ടോ? അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്ന വാക്ക് നമുക്കറിയാം, അതങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഈ രണ്ടിൽ കൂടുതൽ ആൾക്കാർ ചേരുമ്പോഴാണല്ലോ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ഈ ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒരാൾ നെഗറ്റീവ് ആവുമ്പോഴാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന തലത്തിലേക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ രണ്ടിൽ കൂടുതൽ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാവാം, അതിൽ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലേറെ ആൾക്കാർ എന്താ പറയാ, അവരെപ്പോഴും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ളവർ ആണ് എന്ന് നമ്മളാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും, അവരൊന്ന് മാറിക്കിട്ടിയാൽ, അവരുടെ നെഗറ്റിവിറ്റി ഒന്ന് മാറിക്കിട്ടിയാൽ ഈ ബന്ധം, ഈ ടോക്സിക് റിലേഷൻഷിപ്പിന് പ്രശ്നമില്ല, നല്ല ബന്ധമായി മാറും. എന്നാൽ അങ്ങനെയല്ല. ഈ ചിന്താഗതി മാറേണ്ടത് അവനവനിലാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകും. നമ്മുടെ കൂടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളും ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും നെഗറ്റീവാണ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താ, ആ വ്യക്തിയെ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാന്നല്ലേ, അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറുക. അപ്പോൾ നമ്മുടെ അങ്ങോട്ടുള്ള എനർജി മാറും, വൈബ്രേഷൻ മാറും. ഇത് ആ വ്യക്തിയിലേക്ക് ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് 1-2 ദിവസം കൊണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു പ്രോസസ്സ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലെ ചിന്തകൾ, ആരോടാണോ നമുക്ക് ടോക്സിക് റിലേഷൻ നമുക്കുണ്ടെന്ന് തോന്നുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ മാറ്റുമ്പോൾ, നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആകുമ്പോൾ ആ വ്യക്തിയിലേക്ക് അത് മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ് ഈ അറിവ്. നമ്മളൊക്കെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു എനർജി ലോ ആയതായി തോന്നാറുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു ഹൈ എനർജി. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഫീൽ ചെയ്തൊരു സംഭവമായിരിക്കും. ഇത് സ്ഥലത്തിന് മാത്രമല്ല, വ്യക്തികളിലുണ്ട്. അതായത് വ്യക്തികളിൽ ലോ എനർജി ഉണ്ട്, ഹൈ എനർജി ഉണ്ട്, സ്ഥലത്ത് മാത്രമല്ല. അങ്ങനെ നമ്മളിപ്പോൾ ഒരാളോട് ഒരു ടോക്സിക് റിലേഷൻ നമുക്ക് തോന്നുന്ന ഒരാളുടെ ബന്ധം ടോക്സിക് ആണെന്ന് തോന്നിയിരിക്കട്ടെ, ആ വ്യക്തിയിലേക്ക് നമ്മൾ നമ്മുടെ ഈ പറയുന്ന പോസിറ്റീവായ തോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ട്, ഫീലിങ്സ് ഉണ്ടാക്കി അദ്ദേഹത്തെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് ഒരാളെ നെഗറ്റീവായിട്ട് തന്നെ പറയുന്നു, അപ്പൊ അയാളെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു മോശം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തെറ്റായ ചിന്താഗതി, തെറ്റായെന്ന് പറഞ്ഞുകൂടാ, നമുക്ക് തോന്നും അയാൾ ശരിയല്ല, പറഞ്ഞതുപോലെ അയാൾ ശരി തന്നെ. പക്ഷേ നമ്മൾ വെറുതെ എങ്കിലും തുടങ്ങുക, ആ വ്യക്തി, അദ്ദേഹം നല്ലവനാണ് അല്ലെ നല്ലവളാണ്. ഇത് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ മാറ്റമുണ്ടാകും. ചുരുക്കത്തിൽ, തോട്ട്സ് ക്രിയേറ്റ്സ് ഫീലിങ്സ്. ചിന്തകളാണ് നമ്മുടെ ഫീലിംഗുകൾ ഉണ്ടാക്കുന്നത്, അല്ലെ വികാരങ്ങൾ. അപ്പൊ നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ചിന്തകളിലാണ്. ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നു പോകുന്നുണ്ടാവും. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത് ടോക്സിക് റിലേഷൻ ഉള്ള ഒരാളെ കുറിച്ചാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ കുറെ കാലമായിട്ട് നിങ്ങൾ കാണുകയാണ്. എന്നിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ചിന്താഗതി ഒന്ന് മാറ്റണം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പൊ നിങ്ങളുടെ മനസ്സിലാവുന്ന ചോദ്യം ഇതാണ്, അദ്ദേഹം ശരിക്കും ശരിയല്ലല്ലോ. ആ ശരിയല്ലാത്തൊരു വ്യക്തിയെ പിന്നെ എങ്ങനെയാണ് ഞാൻ ശരിയായ നല്ല രീതിയിലുള്ളതായി കാണുക? ഇത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ സംശയം ഉണ്ടായവർക്ക് കമന്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു. ഇവിടെ ബോധപൂർവമായ ഒരു ശ്രമം വേണമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ബോധപൂർവം നമ്മൾ ചിന്താഗതി മാറ്റണം. അതായത് നമുക്ക് ഈ ആരോടെങ്കിലും ഇത്തരത്തിലുള്ളൊരു ആർക്കെങ്കിലും ടോക്സിസിറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു ചിന്താഗതിയാണ് എന്ന് തിരിച്ചറിയാം. ഇപ്പൊ നമ്മുടെ അയൽവാസിക്കാവാം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനാവാം.
അല്ലെങ്കിൽ ഇത് പല പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ ചിന്തകൾ ആണ് നമ്മൾക്ക് പ്രശ്നമുണ്ടാക്കിയത്. ആ ചിന്തകളാണ് ഫീലിങ്സ് ഉണ്ടാക്കിയത്. ആ വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടാക്കി. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആറ്റിറ്റ്യൂഡായിട്ട് വരും. ആ വ്യക്തിയെക്കുറിച്ചുള്ള ആ ചിന്തകത ഒരു ആറ്റിറ്റ്യൂഡായിട്ട് വരും. ഈ ആറ്റിറ്റ്യൂഡ് കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ബിഹേവിയർ, പിന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മുടെ ബിഹേവിയർ അങ്ങനെയാണ്. അപ്പൊ ആ ബിഹേവിയർ ചേഞ്ച് വരാനാണ് ബോധപൂർവമായ ചിന്താഗതിയുടെ മാറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ആ വ്യക്തിയെക്കുറിച്ച്. അതായത് ആ വ്യക്തിക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല, എങ്കിലും ഞാൻ ബോധപൂർവമായി എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ക്രിയേറ്റ് ചെയ്യാണ്. എന്താണ് ചിന്ത എന്നറിയോ? ആ വ്യക്തി വളരെ നല്ലവനാണ്. ഇങ്ങനെ ഒരു ചിന്ത എന്നിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അത് ബോധപൂർവമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ ഒരു ഫീലിംഗ് എന്നിൽ ഉണ്ടാവും. അതായത് തോട്ട്സിനെ കറസ്പോണ്ടിങ് ആയ ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ തുടർച്ചയായി ഞാൻ ഈ ബോധപൂർവമായ ചിന്ത ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫീലിങ്സിന് കണക്കായ ആറ്റിറ്റ്യൂഡ് എന്നിൽ ഉണ്ടാവും. അങ്ങനെ ബോധപൂർവമായ സമയം ഞാൻ വീണ്ടും തുടരുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ ആറ്റിറ്റ്യൂഡിന് കണക്കായ ബിഹേവിയർ എന്നിലുണ്ടാവും, പെരുമാറ്റം എന്നിലുണ്ടാവും. അത് ആ വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ പെരുമാറ്റത്തിൽ വ്യക്തമായ മാറ്റമുണ്ടാവും. ഇതാണ് നടക്കുന്നത്. അപ്പൊ തോട്ട്സ്, പിന്നെ ഫീലിങ്സ്, പിന്നെ ആറ്റിറ്റ്യൂഡ്, പിന്നെ ബിഹേവിയർ, ഇങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാവുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളാണ് നമ്മുടെ ശീലങ്ങളായി മാറുന്നത്. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ശീലങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു കൂട്ടം ശീലങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ പേഴ്സണാലിറ്റി ആണല്ലോ നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മുടെ ഭാവി അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തകളാണെന്ന് ഓർക്കുക. അതായത് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ കമാൻഡിനെ സ്വീകരിക്കുന്ന പരിചാരകരാണ് എന്ന് മനസ്സിലാക്കാം. എന്താണോ പറയുന്നത് അത് അവർ ചെയ്യും. ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്, എനിക്കിന്ന് നല്ല സുഖമില്ല, എന്തോ പനി വരുന്നത് പോലെയുണ്ട്. ഉടനെ തന്നെ അടുത്ത ചിന്തകൾ വരികയാണ്, ശരീരം പ്രതികരിക്കുകയാണ്. എന്താണ്? ഇന്നെന്നാ എവിടെയും പോകണ്ട, വളരെ ക്ഷീണമാണ്, എഴുന്നേക്കാം, നടക്കാൻ പോലും പറ്റുന്നില്ല, ഇവിടെ തന്നെ കിടന്നേക്കാം. നോക്കണം. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? ആ കൊടുത്ത ചിന്തകളാണ് അവിടെ പ്രശ്നമായത്. അപ്പൊ നമ്മൾ നേരെ മറിച്ച് മറ്റൊരു ചിന്ത കൊടുക്കും. ഇന്ന് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ, പെർഫെക്റ്റ് ആണ്, ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉടനെ ആ നമ്മുടെ കമാൻഡ് മാറ്റി, ബോധപൂർവം മാറ്റി, ഉടനെ നമ്മുടെ ആക്ഷനും ശരീരം മാറ്റിക്കൊണ്ടിരിക്കും. എന്നാ കുഴപ്പമില്ല, നമുക്ക് എഴുന്നേക്കാൻ നടക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കൊടുക്കുന്ന ചിന്തകൾ. നമ്മുടെ ചിന്തകൾ മാറ്റുമ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മാറും എന്നുള്ള കാര്യമാണ് ഓർമ്മ. ഇവിടെ നമുക്കൊരു പുതിയ ശീലം തുടങ്ങാം. ഇപ്പൊ ഒരു മോശമായ സാഹചര്യം നമ്മളുടെയൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഫസ്റ്റ് തോട്ട്, അല്ല ആദ്യ ചിന്തയാണ്. അതിനെ ബ്ലെസ്സിങ് ആക്കി മാറ്റണം. എന്താണ് ഈ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ ഉദ്ദേശം മനസ്സിലായോ? ഹൈ വൈബ്രേഷൻ തോട്ട് ആക്കി മാറ്റണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സാഹചര്യങ്ങൾ മോശമാണ്, അപ്പോൾ പറയേണ്ടത് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്, എല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇവിടെ എൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളാണ് കൊണ്ടുവരേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യങ്ങൾ മോശമാകുന്ന നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ കൺട്രോൾ അല്ല, ഔട്ട് ഓഫ് കൺട്രോളാണ്. ആ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് പരിഭ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. പകരം നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ പുറമേയുള്ള കാര്യങ്ങളും നമ്മുടെ മനസ്സും രണ്ടും നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് ആദ്യത്തെ ചിന്തയെ വളരെ ഗൗരവമായി കാണണമെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു പുതിയ ശീലമൊക്കെ തുടങ്ങിയ ശേഷം നമ്മുടെ യാത്ര പോകുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് എതിരെ വരികയാണ്. അദ്ദേഹം ചോദിക്കുന്നു സ്വാഭാവികമായ ചോദ്യം, എങ്ങനെയുണ്ട്, സുഖമാണോ? സുഖമായിരിക്കുന്നു. അത് വളരെ സുഖമായിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ? വളരെ നല്ല ആരോഗ്യത്തിലാണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ വളരെ നല്ലവരാണ്, അല്ലെങ്കിൽ വളരെ വളരെ നല്ലതാണ് കാര്യം. ഇനി അദ്ദേഹം ചോദിക്കുക, നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ വിഷമിപ്പിച്ച ആൾക്കാരെ കുറിച്ച് ചോദിക്കുകയാണല്ലോ, അവരെങ്ങനെയുണ്ട്? അവരും വളരെ വളരെ നല്ലവരാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി. ഈ ശീലം തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലോ ആ അവസാനത്തെ ചോദ്യം, എങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചവർ അല്ലെ വിഷമിപ്പിച്ചതെന്ന് വരുമ്പോൾ നമ്മുടെ ഊർജ്ജം വളരെ താഴെ പോകും. ഇപ്പൊ നമ്മൾ പ്ലസന്റ് ആണല്ലോ. ഇവിടെ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ആദ്യത്തെ ചിന്തകൾ, ആദ്യത്തെ നമ്മുടെ റെസ്പോൺസ്, ആദ്യത്തെ ചിന്തകൾ, ആദ്യത്തെ തോട്ട്സ് എന്ന് പറഞ്ഞത് അത് നമ്മൾ പോസിറ്റീവാക്കി മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ വ്യക്തിത്വം തന്നെ മാറി, നമ്മളൊരു പുതിയ വ്യക്തിയായി മാറി. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നതായി വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്രമേണ അത് ശ്രദ്ധിക്കും.
കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വരികളും പാട്ടും നമ്മളിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ആ വരികളൊക്കെ അതുപോലെ വരും, ശരിയല്ലേ? കുറച്ച് കഴിയുമ്പോൾ ആ വീട്ടുകാരെ പാട്ട് ഓഫ് ചെയ്തു എന്നിരിക്കട്ടെ, പക്ഷെ നമ്മുടെ മനസ്സിലൂടെ ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ഇത് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് എനർജിയും വൈബ്രേഷനും. മറ്റുള്ളവരുടെ എനർജിയും വൈബ്രേഷനും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഐ പിക്കപ്പ് എനർജി, ഐ പിക്കപ്പ് വൈബ്രേഷൻ. ഞാൻ എനർജിയും വൈബ്രേഷനും ഒക്കെ ഞാൻ എടുക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകളായിരിക്കും, നമുക്ക് ആവശ്യമുള്ള പാട്ടുകളായിരിക്കും. എന്തൊക്കെയായിരിക്കണം ആ പാട്ടുകൾ? ഐ ആം പെർഫെക്റ്റ്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. അതാണ് ഏറ്റവും കൂടുതൽ കാര്യം. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്, ഐ ആം പെർഫെക്റ്റ്, എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ. എല്ലാം മനോഹരമാണ്. മൈ ഹെൽത്ത് ഈസ് പെർഫെക്റ്റ്, എൻ്റെ ആരോഗ്യം വളരെ പെർഫെക്റ്റ് ആണ്. ഇത്തരത്തിലുള്ള പാട്ടുകളായിരിക്കണം പാടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് നമ്മുടെ ഈ ഉപബോധ മനസ്സിലെ പ്രോഗ്രാമായി മാറും, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് പ്രോഗ്രാമായി മാറും. നമ്മുടെയൊക്കെ പുരാണ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഭഗവത്ഗീതയിലൊക്കെ ഒരു സന്ദേശം മിക്കവാറും വീടുകളിലൊക്കെ കലണ്ടറിലൊക്കെ പതിക്കാറുണ്ട്. അതിങ്ങനെയാണ്: സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. നമ്മൾ പലപ്പോഴും ഇത് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇത് ഒട്ടിച്ചു വയ്ക്കുന്നത്? വീടിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണുന്ന സ്ഥലത്ത്, നമ്മൾ പ്രധാനമായും കാണുന്ന സ്ഥലത്താണ് ഇത് ഒട്ടിച്ചു വയ്ക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇത് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ആശയം നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രോഗ്രാം ചെയ്യപ്പെടും. അതെന്തിനു സഹായിക്കുന്നറിയോ? നമ്മുടെ ഒരു ഹൈ എനർജി അല്ല ഹൈ വൈബ്രേഷനിൽ എപ്പോഴും നമ്മളെ നിലനിർത്താൻ, ഒരിക്കൽ കുറഞ്ഞു പോകാതെ എപ്പോഴും നിലനിർത്താൻ അത് സഹായിക്കും. അങ്ങനെ നിലനിർത്തുമ്പോഴുള്ള ഗുണം എന്താ? മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മറ്റുള്ള വ്യക്തികളിൽ നിന്നൊക്കെ വരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷൻ അത് നമ്മളെ ബാധിക്കാതെ നിൽക്കും. കാരണം ഇത് നമ്മൾ ഹൈ വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ ഈ നെഗറ്റീവ് ഒന്നും നമ്മളിലേക്ക് വരില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത്തരം വരുന്നവയെ ഉടനെ അത് പുറന്തള്ളുകയും ചെയ്യും. ഉള്ളിലേക്ക് എടുക്കില്ല എന്ന് മാത്രമല്ല, അത് പുറന്തള്ളുകയും ചെയ്യും. ഇതാണ് ഈ ആശയം നമ്മൾ സ്ഥിരമായി കാണുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഇങ്ങനെ പറയുന്നത് കൊണ്ടൊക്കെ നമ്മൾ സംഭവിക്കുന്നത്. അതായത് ഈ ആശയത്തിന്റെ പ്രസക്തിയാണ്: സംഭവിച്ചത് എല്ലാം നല്ലതിന്, സംഭവിക്കുന്ന നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലത്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ ചുറ്റുമുള്ളൊരു എയർ പൊല്യൂട്ടഡ് ആണെന്ന് വിചാരിക്കാം. എയർ പൊല്യൂഷൻ ഇന്നുണ്ടല്ലോ. ഈ എയർ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കും. പക്ഷേ ആ ചിന്തകൾ, അതായത് എൻ്റെ ശരീരത്തെ ഇത് ബാധിക്കുന്നു എന്ന ചിന്ത മനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഹൈ പവർ തോട്ട്, അതായത് എനിക്ക് ഐ ആം പെർഫെക്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എവറിത്തിങ് ഈസ് ഓക്കെ, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്വയം ഒരു ഹൈ പവർ വൈബ്രേഷൻ തോട്ട് കൊടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോഴെന്താ സംഭവിക്കാന്നറിയോ? ഈ തോട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അതിന് എഫക്റ്റ് ഉണ്ടാകും. അങ്ങനെ ഈ എയർ പൊല്യൂഷനുമായി ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈ പവർ വൈബ്രേഷൻ തോട്ടിലേക്ക് നമ്മൾ ഉയരുകയാണ് വേണ്ടത്. ഇനി മറ്റു കാര്യം, ഇത് നമ്മുടെ നിത്യജീവിതം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും, നമുക്ക് മിക്കവാറും പ്രശ്നങ്ങളെയും ഈ മനസ്സിന്റെ ശക്തി കൊണ്ട്, മനസ്സിനെ ഹൈ പവർ തോട്ട്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രശ്നത്തിന്റെ കാഠിന്യം കുറക്കാൻ പറ്റും. ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം കുറക്കാൻ പറ്റും. ഇത് നിത്യജീവിതത്തിൽ പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിവിടെ മനസ്സിലാക്കിയ കാര്യം എന്താണ്? നമ്മുടെ ബാഹ്യ സ്വാധീനം, ബാഹ്യമായി സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതിനെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. മനസ്സിന്റെ ഫ്രീക്വൻസി, വൈബ്രേഷൻ ഒക്കെ വളരെ ഉയർത്തുക. അത് ഉയർത്തിയാൽ ഒരു ദിവസം പോരാ, അത് സ്ഥിരമായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. ഹൈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും ഉണ്ടാവണം. അതിനെന്താണ് വേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ കൃത്യമായി ഇത് വളർത്താനുള്ള മറ്റൊരു വഴി മെഡിറ്റേഷനാണ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്, ധ്യാനം അതൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് എപ്പോഴും ഈ പ്രസന്റിൽ തന്നെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ ഈ മനസ്സിന്റെ ശക്തി ചോർന്നു പോകാതെ അതിന്റെ കരുത്ത് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഹൈ വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇത് എല്ലാവർക്കും സാധിക്കും. ഇത് ചിലർക്ക് മാത്രമുള്ള കഴിവല്ല. എല്ലാ വ്യക്തികൾക്കും ഇത് സാധിക്കുമെന്ന് തിരിച്ചറിയുക. എന്നിട്ട് സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ മനസ്സിന്റെ ഈ ശക്തിയെ ഉപയോഗിക്കുക. അങ്ങനെ ജീവിതം മനോഹരമാക്കുക. ഇത് ഏതൊരാൾക്കും സാധിക്കുമെന്ന് ഒന്നുകൂടെ നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. താങ്ക് യു. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് എല്ലാ പ്രേക്ഷകരോടും ഒരു വലിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അത് അവരിലേക്ക് സന്തോഷം ഉണ്ടാവാൻ സഹായിക്കും.
അതോടൊപ്പം ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒട്ടേറെ പ്രേക്ഷകരുണ്ട്. അവർ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആ കമന്റുകൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സഹായിക്കും. താങ്ക് യു. Inspired by Altruistic Association of India, a non-profit non-religious entity.